ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവര് ജീവിക്കുന്നതൊക്കെ ശരിയാ, മറ്റുള്ളവരൊക്കെ തെറ്റുവാ. ഹരിയേട്ടനും എന്റെ അച്ഛനും ഒന്ന് കൂടെ നിന്ന് കൊടുത്തപ്പോ നിത്യയ്ക്ക് അവള് ഭൂമിയിലെ മാലാഖേട്ടാ തോന്നിയത്. അതെന്തായാലും നന്ദിത മഹാദേവൻ തീർത്തു കൊടുക്കും, ആ ഉറപ്പ് എനിക്കുണ്ട്. എങ്കി ഹരിയേട്ടാ, ഞാനങ്ങ് ചെല്ലട്ടെ. വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടേ. എല്ലാവരും ആഘോഷിക്കാണല്ലേ ഹരി? കോടതിയെ പിടിച്ചു കുലുക്കുന്ന വക്കീലന്മാർ ഒരുപാടുണ്ടാവും. പക്ഷേ അവര് പറയുന്നൊന്നും കോടതി മുഖവിലേക്ക് എടുക്കില്ല. സത്യം വേറൊന്നാണല്ലോ. സത്യം വിജയിക്കും. വാ, നമുക്കിറങ്ങാം. നന്ദിത മഹാദേവൻ സത്യത്തിൽ കണക്ക് തീർക്കായിരുന്നു. ചോദ്യങ്ങളൊക്കെ അത്തരത്തിലായിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചതാ. അവരെ സംബന്ധിച്ചിടത്തോളം ജീവന്റെ കേസ് മാത്രമല്ലല്ലോ വന്നു കയറിയത്. സുജാതയുടെയും രഘുവിനോടുള്ള മുൻവൈരാഗ്യവും ഇല്ലേ? അവർക്ക് പറ്റിയിടം കോടതി തന്നെയാ. ഇത് കേട്ട് സുജാത ഇങ്ങനെ തളർന്നു പോകേണ്ട ഒരു കാര്യവുമില്ല. അമ്മേ, അമ്മ ആദ്യം നല്ല രീതിയിലൊക്കെ മറുപടി പറഞ്ഞു തുടങ്ങിയത്. പിന്നെയായിരുന്നു അവരുടെ വൃത്തികെട്ട ഓരോ ചോദ്യങ്ങള്. കോടതി മുറിയിൽ അവര് ശ്രമിച്ചത് അമ്മ മക്കളെ നോക്കിയതും കുടുംബം നോക്കിയതൊക്കെ തെറ്റാണെന്ന് വരുത്തി തീർക്കാനാ. അത് ഒരർത്ഥത്തിൽ ശരിയല്ലേ മോളെ? ഞാൻ തോറ്റുപോയൊരമ്മയല്ലേ. മോനെ വളർത്തി, മോളെ വളർത്തി. മറ്റുള്ളവര് ഈ അമ്മ ഒരു മാതൃകയാണെന്ന് വരെ പറഞ്ഞു. എന്നിട്ടിപ്പോ എന്താ സംഭവിച്ചത്? തോൽവിയല്ലാതെ. അല്ല സുജാതെ, അവര് കോടതി കിടന്ന് എന്തെങ്കിലും അഭ്യാസം കാണിക്കുന്നുണ്ടെങ്കിലേ അത് അവിടെ വിട്ടിട്ട് വേണ്ടേ പോരെ. അല്ലാതെ നമ്മൾ എന്തിനാ വെറുതെ മനസമാധാനം കളയുന്നേ? അവൾ എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞതൊന്നും അല്ലല്ലോ രാമകൃഷ്ണേട്ട. കോടതി മുറിയിൽ വെച്ച് അത്രയും ആളുകൾ കേൾക്കുകയല്ലേ. അവള് പറയുന്നതനുസരിച്ച് നോക്കിയാൽ പ്രതികൂട്ടിൽ നിൽക്കുന്ന ജീവൻ ഈ ലോകത്തിൽ ഏറ്റവും നല്ലവനും ഞാൻ ഏറ്റവും ചീത്തയുമല്ലേ. വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുമ്പോ അങ്ങനെയല്ലേ ആന്റി? പിന്നെ അവർക്കൊരു കാര്യം വ്യക്തമായിട്ട് അറിയായിരുന്നു. കോടതി വിലവയ്ക്കുന്ന 2 സാക്ഷികളാണ് ആന്റി നിത്യയൊന്ന്. നിങ്ങളൊരു ഉറച്ച നിലപാടെടുത്ത അത് അവരുടെ കക്ഷിക്ക് ദോഷമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് അവര് മാനസികമായിട്ട് ആക്രമിച്ചു. അതിനെ അങ്ങനെ കരുതിയാൽ മതി. സർ, കടസി എന്നാച്ച്? കോടതി അന്ന് കൊലകാരനെ വെറുതെ വിടുമാ? കേസ് ഇനി ഒരുപാട് നീണ്ടുപോകും ശരവണ. മാത്രമല്ല ഇനിയും നിത്യയെ വിസ്തരിച്ചിട്ടില്ലല്ലോ. നിത്യയുടെ മൊഴിയും ഈ കേസ് സംബന്ധിച്ച് നിർണായകമായ തെളിവുകളാണല്ലോ. നിത്യമ്മ, നീങ്ക ഇപ്പൊ തന്നെ മനസ്സ് പാകപ്പെടുത്തി വെച്ചിരുങ്ക. അമ്മാവുക്ക് പറ്റിയതുപോലെ ഉങ്ങൾക്ക് പറ്റരുത്. അവരുടെ മുഖം പാത്ത് ചൊല്ലണം അവർ കൊലകാരനെന്ന്. സുജാതെ, കുറച്ചു നേരം തനിച്ചിരിക്ക. അപ്പൊ ഇതൊക്കെ മാറിക്കോളും കേട്ടോ. വാ. ആമയ. എടോ, എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നെ വിളിക്ക.
അമ്മ തോറ്റുപോയല്ലേ മോളെ. എനിക്ക് ഒരുപാട് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം അവൻ ഞെരിച്ചില്ലാതാക്കിയത്. ജീവിക്കാനുള്ള ആഗ്രഹം പോലും നമ്മളിൽ നിന്നും തട്ടിപ്പറിച്ചില്ലേ. പക്ഷെ കുറ്റങ്ങൾ മാത്രം തലയിൽ ഇങ്ങനെ തീ പോലെ വീഴുന്നത് കേട്ടപ്പോ ഞാനൊന്ന് പകച്ചു. അമ്മ അതൊന്നും കാര്യാക്കണ്ട. നമ്മളെ തോൽപ്പിക്കാനുള്ളവരൊക്കെ തോൽപ്പിച്ചോട്ടെ. പക്ഷേ കോടതിയില് സത്യം വിജയിക്കും. അവരുണ്ടല്ലോ, ആ സുജാത, അവർക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലും. എത്ര തവണ അവരെന്നെ ആക്ഷേപിച്ചിട്ടുണ്ടെന്നറിയോ? എന്റെ മുഖത്തടിച്ചിട്ടുണ്ടെന്നറിയോ? അതിനൊക്കെ പകരം ഇന്ന് കോടതിയിൽ നിന്ന് ഒരുങ്ങുന്നത് ഞാൻ കണ്ടു. ജീവൻ വീണ്ടും അകത്ത് കിടക്കുവോ പുറത്തു വരുവോ അതല്ല പ്രശ്നം. കണ്ണീരൊലിപ്പിച്ച് സ്ഥലകാല ബോധമില്ലാതെ സുജാത നിന്നില്ലേ, അത് മതി. ആ ഒരൊറ്റ കാഴ്ച മതി ഈ കേസിൽ ഞാൻ ഇടപെട്ടതിന്റെ കൂലിയായി. പക്ഷേ നന്ദിത മഹാദേവൻ അവസാനിപ്പിച്ചില്ലല്ലോ. ഇനി അടുത്തത് നിത്യയല്ലേ? നിത്യയുടെ വീഴ്ച കാണേണ്ടത് എനിക്ക്. വിപിൻ, നമ്മുടെ ജീവിതത്തില് നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ടാകും, ഒരുപാട് സംഭവങ്ങളും ഉണ്ടാകും. പക്ഷേ ചില കാര്യങ്ങൾ മാത്രം നമ്മുടെ മനസ്സിലിങ്ങനെ കുത്തി നിൽക്കും. അങ്ങനെ ഞാൻ മനസ്സിൽ കുത്തിവെച്ചിരിക്കുന്ന പേരാ നിത്യ. ഇവർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. അവര് ജീവിക്കുന്നതൊക്കെ ശരിയാ, മറ്റുള്ളവരൊക്കെ തെറ്റുവാ. ഹരിയേട്ടനും എന്റെ അച്ഛനും ഒന്ന് കൂടെ നിന്ന് കൊടുത്തപ്പോ നിത്യയ്ക്ക് അവള് ഭൂമിയിലെ മാലാഖേട്ടാ തോന്നിയത്. അതെന്തായാലും നന്ദിത മഹാദേവൻ തീർത്തു കൊടുക്കും, ആ ഉറപ്പ് എനിക്കുണ്ട്. അഡ്വക്കേറ്റ് നന്ദിത മഹാദേവൻ ഇന്ന് നിന്റെ അച്ഛനെ കാണാൻ പോകുന്നുണ്ട്. നന്നായി, ഇന്ന് തന്നെ പോകുന്നത് വളരെ നന്നായി. തോറ്റു നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഒരു മാനസിക ജയം ഉണ്ടാവുമല്ലോ മാഡത്തിന്. പക്ഷേ അവരെ വിളിപ്പിച്ചതിന്റെ ഉദ്ദേശം ഇപ്പോഴും വ്യക്തമല്ല. ഇനി തന്റെ അച്ഛൻ എന്തെങ്കിലും കുരുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. കുരുക്കഴിക്കാൻ ശേഷിയുള്ള ആളാണല്ലോ നമുക്ക് വേണ്ടി പോകുന്നത്. എനിക്കൊട്ടും പേടിയില്ല. മധുര നൊമ്പരക്കാറ്റ്